UDF-നും LDF-നുമെതിരെ കടുത്ത വിമർശനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF ഇന്ന് MMC അഥവാ മുസ്ലിം ലീഗ് മാവോയിസ്റ്റ് കോൺഗ്രസ് ആയി മാറിയിരിക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. തിരഞ്ഞെടുപ്പ് വിജയത്തിനായി തീവ്രവാദ നിലപാടുള്ള സംഘടനകളുമായി കോൺഗ്രസ് കൈകോർക്കുകയാണെന്നും ഇത് കേരളത്തിൻ്റെ സമാധാനത്തെ ബാധിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. അധികാരത്തിലെത്താൻ വേണ്ടി കോൺഗ്രസ് ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള സംഘടനകളെ കൂട്ടുപിടിക്കുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. വിഘടനവാദ അജണ്ടകളുള്ള ഇത്തരം സംഘടനകൾക്ക് കോൺഗ്രസ് പിന്തുണ നൽകുന്നത് ഗൗരവകരമായ സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത്. വിഘടനവാദ രാഷ്ട്രീയം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ കേരളത്തിലെ ജനങ്ങളുടെ ഐക്യത്തെ തകർക്കാനാണ് ഇവർ. ഇടതുമുന്നണിയെയും ഇത്തരം നിലപാടുകളിൽ നിന്ന് വ്യത്യസ്തമല്ലെന്ന് പ്രധാനമന്ത്രി വിമർശിച്ചു. PDP പോലുള്ള ഭീകര പ്രസ്ഥാനങ്ങളുമായി LDF-ന് നേരത്തെ തന്നെ ബന്ധമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. യുവാക്കൾക്കിടയിൽ തീവ്രവാദം പടർത്തുന്നതിൽ മുൻപന്തിയിലുള്ള ഇത്തരം ശക്തികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഇടതുപക്ഷത്തിനുള്ളതെന്നും അതിനാൽ തന്നെ കേരളത്തിലെ ജനങ്ങൾ ഈ രണ്ട് മുന്നണികളെയും അകറ്റി നിർത്തേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അഴിമതിയുടെ കാര്യത്തിൽ LDF-ഉം UDF-ഉം പാർട്ണർമാർ ആണെന്നും പ്രധാനമന്ത്രി വിമർശിച്ചു. UDF ഭരണകാലത്ത് സോളാർ അഴിമതിയായിരുന്നു ചർച്ചയെങ്കിൽ ഇപ്പോൾ CMRL അഴിമതിയാണ് കേരളത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ പോലും ഇരു മുന്നണികളും പങ്കാളികളാണെന്ന് അദ്ദേഹം ആരോപിച്ചു. സ്വർണം മോഷ്ടിക്കുന്നതിലും അത് കടത്തിക്കൊണ്ടുപോകുന്നതിലും ഇരുപക്ഷത്തെയും നേതാക്കൾക്ക് പങ്കുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളത്തിൻ്റെ വികസനം തടയുന്നതിലും വ്യവസായങ്ങൾ തകർക്കുന്നതിലും ഈ രണ്ട് മുന്നണികളും ഒറ്റക്കെട്ടാണെന്ന് മോദി കുറ്റപ്പെടുത്തി. കുറ്റകൃത്യങ്ങളിലും വർഗീയത പരത്തുന്നതിലും ഇവർ പങ്കാളികളാണ്. പേരുകളിൽ മാത്രമേ ഇവർ തമ്മിൽ വ്യത്യാസമുള്ളൂ എന്നും ചെയ്തികളിൽ ഇവർ ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണെന്നും അദ്ദേഹം പരിഹസിച്ചു. കേരളത്തിൻ്റെ നാശത്തിനായി പ്രവർത്തിക്കുന്ന ഈ രണ്ട് വിഭാഗങ്ങളെയും ജനങ്ങൾ തിരിച്ചറിയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വികസനത്തിന് ഊന്നൽ നൽകുന്ന BJP NDA സഖ്യത്തെ കേരളം പിന്തുണയ്ക്കണമെന്ന് പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ BJP നേതൃത്വം നൽകുന്ന സർക്കാർ അധികാരത്തിലെത്തുമെന്നും കേരളത്തിൻ്റെ പുരോഗതിക്കായി രാപ്പകൽ അധ്വാനിക്കുമെന്നും നിലവിലെ വലിയ ജനപങ്കാളിത്തം മാറ്റത്തിൻ്റെ കാറ്റാണെന്നും അദ്ദേഹം പറഞ്ഞു.